നമസ്കാരം. നമ്മുടെ സ്വാതന്ത്ര്യം വെറുതെ കിട്ടിയ ഒന്നല്ല. നമ്മുടെ പൂർവികരായ ഒരുപാട് പേർ സമരം ചെയ്തും ജയിലിൽ കിടന്നും ജീവത്യാഗം ചെയ്തുമൊക്കെയാണ് ഇന്ന് കാണുന്ന ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യ സംവിധാനവും ഭരണഘടനയും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളതിനെ വെറുതെ കളയരുത്. എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ വോട്ടേഴ്സ് ഡേ ആയ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ നമ്മൾ ചെയ്യുന്ന വോട്ട് കൃത്യമായി ആ മെഷീനിൽ രേഖപ്പെടുത്തുന്നുണ്ടോ? EVMൽ എന്തെങ്കിലും കൃത്രിമം നടക്കുന്നുണ്ടോ? നമ്മുടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നുണ്ടോ? 77ാം റിപ്പബ്ലിക് ഡേ ആചരിക്കുന്ന ഇന്നത്തെ ദിവസം എൻ്റെ ചോദ്യം ഇതാണ്. 1982 കേരളത്തിലെ പറവൂരിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ EVM പരീക്ഷിച്ചത് എന്ന് നമ്മൾ എത്ര പേർക്കറിയും? നോക്കൂ, ഈ EVM എന്ന് പറയുന്നത് കുറേ അധികം സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആദ്യം EVM മെഷീൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എഞ്ചിനീയർമാർ ചെക്ക് ചെയ്യും. അതിനുശേഷം ഇത് ഇലക്ഷൻ നടക്കാനുള്ള ഓരോ ഭാഗങ്ങളിലേക്ക് അത് വിതരണം ചെയ്തതിന് ശേഷമാണ് കാൻഡിഡേറ്റ്സിൻ്റെ പേര് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ പോളിംഗ് ഏജൻറ്റുമാരുടെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ കൗണ്ടിങ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അതേമാതിരി VVPAT സ്ലിപ്പ് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി വീണ്ടും 0ലേക്ക് റീസെറ്റ് ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥ ഇലക്ഷൻ തുടങ്ങുന്നത്. അപ്പം പിന്നെ പേടിക്കാനില്ലല്ലോ, കൃത്രിമൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉറപ്പിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഈ പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ എല്ലായിടത്തും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ഒന്ന്. രണ്ടാമത്, ഒരു ഇലക്ട്രോണിക് ചിപ്പിൻ്റെ സഹായത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ഈ EVM മെഷീനിൽ എന്തെങ്കിലും കൃത്രിമം നടത്താനുള്ള സാങ്കേതിക വിദ്യകളുണ്ടോ, അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ഇതിപ്പോൾ തോൽക്കണ പാർട്ടികൾ പറയുന്ന മുട്ടാപ്പോക്ക് ന്യായമല്ലേ എന്നുകൊണ്ട് നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യൂറോപ്പിൽ തന്നെ പല രാജ്യങ്ങളിലും ഇപ്പോൾ EVM നിർത്തിയിട്ട് ബാലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇനി അത് EVM ഉപയോഗിക്കുന്ന ചില രാജ്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഇതുപോലെയല്ല, ഇതിനേക്കാൾ സുതാര്യമായ വഴിയിലൂടെയാണ് അവർ EVM ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്കയിൽ അവിടെയുള്ള പൗരന്മാർക്ക് ഒരു ബാലറ്റ് പേപ്പർ കൊടുക്കുകയാണ്. അവർ ഈ ബാലറ്റ് പേപ്പറിൽ അവരുടെ വോട്ട് മാർക്ക് ചെയ്തിട്ട് അത് ഒരു മെഷീനിൽ സ്കാൻ ചെയ്യും. ഈ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആ മെഷീനിൽ അവരുടെ വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം ഈ പേപ്പറും മറ്റൊരു ബോക്സിൽ സൂക്ഷിക്കും. ഇനി വേറൊരു മെത്തേഡ് പറഞ്ഞാൽ ബെൽജിയത്തിലെടുക്കുക. ബെൽജിയത്തിലാണെങ്കിൽ 2 മെഷീനാണ് ഉപയോഗിക്കുന്നത്. അതായത് അവിടെയുള്ള പൗരന്മാർ വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലെ ഓഫീസർ ഒരു കാർഡ് കൊടുക്കും. ആ കാർഡ് സ്വൈപ്പ് ചെയ്താൽ അവർക്ക് അവിടെ വരുന്ന സ്ക്രീനിൽ അവരുടെ വോട്ട് മാർക്ക് ചെയ്യാം. ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് പ്രിൻ്റ് ചെയ്തൊരു പേപ്പറിൽ കിട്ടും. ഈ പേപ്പർ വീണ്ടും കൊണ്ടുപോയി മറ്റൊരു മെഷീനിൽ സ്കാൻ ചെയ്യണം. അപ്പോഴാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തുക. എന്നിട്ട് ആ പേപ്പറും ഇതുപോലെ കീപ്പ് ചെയ്യും. സോ അത് കുറച്ചുകൂടെ സുതാര്യമായിട്ടുള്ളതാണ്. കുറച്ചുകൂടെ കൃത്രിമങ്ങൾ നടക്കാൻ സാധ്യത കുറവുള്ള ഒരു മെത്തേഡാണ് ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കഥയൊക്കെ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളോട് അനുഭവമുള്ളവരായിരിക്കാം. അതൊക്കെ അങ്ങനെ നിലനിൽക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ, ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു നിൽക്കണം. സുതാര്യമായ ഒരു വോട്ടിംഗ് ആണ്, യാതൊരു സംശയത്തിന് ഇട നൽകാത്ത വോട്ടിംഗ് ആണ് നമ്മുടെ രാജ്യത്തെ നടക്കുന്നത് എന്ന് നമ്മൾ എന്ത് വില കൊടുത്തും ഉറപ്പുവരുത്തണം. അങ്ങനെ സത്യസന്ധമായി ജയിച്ചു വരുന്നവർ നമ്മളെ ഭരിക്കട്ടെ. സാരേ ജഹാം സെ അച്ച, ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യം ഇന്ത്യയാണ്. ആണോ? എനിക്കറിയില്ല. കാരണം ഞാൻ പുറത്തെവിടെയും പോയിട്ടില്ല. പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഭാരതമാണ്. ആ നാടിൻ്റെ സമാധാനത്തിനും ഐക്യത്തിനും പുരോഗതിക്കും സുതാര്യമായ ഒരു വോട്ടിംഗ് സമ്പ്രദായവും അതിലൂടെ ശക്തമായ ഒരു ജനാധിപത്യ വ്യവസ്ഥയും ആവശ്യമാണ് എന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ജയ് ഹിന്ദ്.